കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ ഈ കുട്ടിയെ എനിക്കറിയില്ല. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലുള്ള ജോലി. അറിയാം, ബട്ട് ഇത്രയും ദിവസം ഞങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു. അതെ, സോറി. ഓക്കെ, സീറ്റിൽ വരുന്നു. I'll go and wait. Okay. Eastern Katrumba Kurtakeda Unlimited, co-powered by Sumix Kidswear and Odysseus. Classmates shoes and backpacks. So ഇന്നത്തെ പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. Let's go to the dub. ചേട്ടാ എന്റെ കൈ ഒന്ന്. അയ്യോ, ആ കൈ നോക്കിട്ട് ഞാൻ എന്ത് പറയാനാ? ആ കൈ നോക്കിട്ട് എനിക്കൊന്നും പറയാല്ല. അപ്പൊ ശരിക്കും കൈ നോക്കാനൊന്നും അറിയില്ല, ചുമ്മാ. ശരിക്കും ഞാൻ കൈ നോട്ടക്കാരനല്ല. പിന്നെ ബാഹുബലി 2. this is too much. സത്യം, ഞാൻ ബാഹുബലിയാ. ബാഹുബലി 2 ആണ്. കൈ നോക്കാണ്ടെന്ന് പറഞ്ഞത്? കൈ നോക്കാനുണ്ടെന്ന് എന്തിനാ പറഞ്ഞേ? ആ സംഭവം വേറൊന്നല്ല. ഞാനേ ആ സിനിമ ബാഹുബലി 1 ഇല്ലേ, അതിൽ രമ്യാകൃഷ്ണൻ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നില്ല ഒരു കുട്ടി. രമ്യാകൃഷ്ണൻ എടുത്തോണ്ട് പോകുന്ന കുട്ടി എടുക്കാൻ വേണ്ടിട്ട് ആ കുട്ടിയാണ് ഞാൻ. എത്ര വലുതാവോ? സത്യം പറ, കട്ടപ്പ എന്തിനാ ബാഹുബലിയെ പുറകെ നോക്കിയത്? ഇത് ഞാൻ വേറെ ആരോടും ഞാൻ പറയില്ല, ഇത് ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചോളാം. അയ്യോ, പുറകിന്ന് കുത്തിയതല്ല. പിന്നെ എന്തായിരുന്നു അത്? ഈ കട്ടപ്പ ശരിക്കും ബാഹുബലിന്റെ പുറകൊന്ന് ചൊറിഞ്ഞു കൊടുത്തതാ വാളുകൊണ്ട്. അതെങ്ങനെ ചൊറിയുമ്പോ പിന്നെ എങ്ങനെ കുത്തുന്നത്? ഈ ചൊറിഞ്ഞു കൊടുത്തപ്പോ ഇപ്പൊ ഞാനാണ് ബാഹുബലി. കട്ടപ്പ ചൊറിഞ്ഞാണ് വാളുകൊണ്ട്. കട്ടപ്പ ഒന്ന് തുമ്മിപ്പോയി, അങ്ങ് കുത്തിയില്ലേ, വാളുകൊണ്ട് കയറി ആകെ പ്രശ്നമായി. അപ്പൊ തുമ്മിയതാണ് അപ്പൊ പ്രശ്നമായത്. ആകെ പ്രശ്നമായി. ഞാൻ ഇപ്പൊ ഒരു കാര്യം ചെയ്യാം, എന്തായാലും ഇവിടെ വന്നല്ലോ, ഒന്നും കൂടി ആ പാട്ടിട്ട് തരാം, അതേപോലെ വന്ന പോലെ തിരിച്ചു ചോദിക്കോ. Eastern Katrumba Kurtakeda Unlimited, co-powered by Sumix Kidswear and Odysseus. Classmates shoes and backpacks. കോമഡി ഡബ് സ്മാഷ് ആണ് വരാൻ പോകുന്നത്. പാണ്ടിപ്പട എന്ന സിനിമയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. എസ്പെഷ്യലി അതിൽ മറ്റേ അച്ചാറൊക്കെ കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്, എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടം. എനിക്ക് ഏത് സീനാ വരാൻ പോണേന്ന് അറിയില്ല, പക്ഷെ ഡെഫിനറ്റ്ലി പാണ്ടിപ്പടം. നേരം വെളുക്കുന്നതിന് മുമ്പ് കൂവിയ കൊന്നുകളയും പന്നി. ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ. ധനയോഗം, കാര്യലാഭം, ഉദ്ദിഷ്ട കാര്യലബ്ധി, സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ.
ദൈവമേ, ബാക്കാണല്ലോ കണി. അതും ഇവിടെ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു ബാക്ക്. ഇത് കണിയല്ല, കെണിയാ. ഞാനിവിടെ ഉണ്ടെന്ന് ഇവനെങ്ങനെ അറിഞ്ഞു? ധനനഷ്ടവും മാനഹാനിയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് ടീച്ചറാ ഞാൻ കണ്ടത്. ഈ കെണി എവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിൽ ഞാൻ പട്ടിണിയായിപ്പോ. ഡേ ചെമ്പു, ഇങ്ങ വാടാ. ചെമ്പു, ഇങ്ങ വാടാ. ചെമ്പു, ഇങ്ങ വാടാ. ഞാൻ അങ്ക വാടാ. ചിമ്പു, ஊர்ல இருந்து என்ன தேடி ஒரு ஆளு வந்து ரோட்ல முன்னாடி நிப்புண்டு. உங்களை சொந்தக்காரனா? ஏய், சொந்தக்காரனൊന്നുമല്ല. പിന്നെ யார் உங்களை நண்பனா? ആ നമ്പൻ. അവനെ നമ്പിയാണ് ഞാൻ ഇങ്ങനെ ആയത്. ചിമ്പു, നീ പോയി അവൻകിட்ட ചൊല്ല്, അവൻ തേടി വന്ന இந்த பாசி നാട് വിട്ട് പോയാച്ചിന്ന്. சொல்றேன். ஆனா எனக்கு 3 வடை வாங்கி கொடுக்கறியா? 2 ഡയലോഗിന് എന്തിനാടാ 3 വട? ഒരു വടை. டேய் திருட்டுണ്ടോ? ഇത്ര പെരിയ പൊഴി சொல்றதுக்கே ഒരു വടയാ? ആ ശരി 2 വട. ഓക്കേ. പക്ഷേ അടുത്ത ബസ്സിൽ അവനെ കേറ്റി വിടണം. അടുത്ത ബസ്സിലാ? അടുത്ത ബസ്സിൽ ഞാൻ ആക്കി വരേൻ. நில்லு, போகாதீங்க இங்க வா. ஏய், நீ இந்த பஸ்ஸில் போக கூடாது, அடுத்த பஸ்ஸில் தான் போணும். அப்பதான் எனக்கு வடை கிடைக்கும். ரெண்டு பஸ் போகுது. கேட்டு விடு. போணும். இந்த பஸ் போகட்டும். நீங்க அந்த பாசியை தானே தேடுறது? பாசியா? உங்கள பிரண்டா ஒண்ணு மெனக்கெடுத்து போடும். போய் சொல்லக்கூடாது. உன் ஃப்ரெண்ட் பாசி உனக்கு தெரியாதா? ഏത് തെണ്ടിയത്? ഇത് വലിയ കുരിശായല്ലോ ചേട്ടാ. ഞാന് എന്റെ നാട്ടില് പുതുസ് അതങ്ങോട്ട് കളഞ്ഞു. എനിക്ക് ഇവിടെ ആരെയും അറിയില്ല. നാണ് കേരളത്തിൽ നിന്ന് വന്നത്. വെളിനാട്ടിൽ നിന്ന് വന്നത്. നാണ് റോമിംഗ്. എന്നടാ சொன்ன? ஏமாத்த பாக்கிறியாடா திருட்டு மூஞ்சி? 2 വട കിടക്ക് വേണ്ട വിഷയടാ. ഇത് വലിയ കഷ്ടായല്ലോ. എനിക്ക് വടയും പാസി പണ്ടർന്ന് അറിഞ്ഞൂടാ. உங்களுக்கு தெரியாதா? பாரு, அங்கே பாரு. പാസി. யோ என் வேலை முடியல. நீ இப்ப பார்த்த பாசி இல்ல, அவர் இங்க இல்ல. அவர் இந்த ஊரை விட்டு போயாச்சு. ഇപ്പള് കണ്ടല്ല പാസിയ. കണ്ടിട്ട് നാണ് അടുത്ത ബസ്സിക്ക് പോണെന്ന് പറഞ്ഞിട്ട് മാറ. ഇതെന്ത് പാശ കച്ചറ. ബാസി, ഇത് നിന്റെ വീടായിരുന്നോടാ? ബാസികർ, നീ ഇവിടെ ഉണ്ടായിരുന്നോടാ? നിന്നെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. ഞാൻ രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. എന്നാലും എത്ര കാലാണ് നിന്നെ കണ്ടിട്ട്. എടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ഭുവൻ, നിന്റെ പഴയ പാർട്ട്ണർ ഭുവനചന്ദ്രൻ. ദൈവോടാ നിന്നെ എനിക്ക് കാണിച്ചെന്ന്. എടാ, പയ്യൻ വന്ന് വിളിച്ചില്ലായിരുന്നു, ഞാൻ ആ ബസ്സിൽ കയറി പോയനടാ. അല്ലെങ്കിലും കാലന് വഴി തെറ്റില്ലടാ. അത് കൃത്യമായിട്ട് വരും കൊണ്ടുപോകാൻ. അവന്റെ ഒരു തമാശ. ബാസി, ഓസിന് താമസിക്കാൻ ഞാൻ സ്ഥലം അന്വേഷിച്ചെടുക്കായിരുന്നു. ശരിക്കും ദൈവമാടാ എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. ഇത് പിടിച്ചേ. എന്താടത്? സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഊരി ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. ബാസി, പോടാ. ഞാൻ പോവില്ല. പോടാ. ഞാൻ പോയാലെങ്ങനെ? എനിക്ക് ചില കാര്യങ്ങളെ കൂടെ ചെയ്തു തീർക്കാനുണ്ട്. പോടാ. പോവില്ല. അണ്ണാ, 2 വട. കുറച്ച് കഴിയുമ്പോ ഇതൊക്കെ മുളച്ച് വട പോലെയാകും. 4 വട എടുത്തോ. എന്താ ഇത്? எனக்கு 2 വടയിൽ പോതും. പറ്റുമാ? തുഞ്ചാരത്തുള്ള കൊമ്പത്തെ വമ്പത്തി അറിവളോ. പണ്ട് ആദാമിനെ കൊണ്ടാ പിടിപ്പിച്ച പെണ്ണിവളോ. അന്നേ ആണിന്റെ വാരിയൽ ഊരിക്കാൻ വന്നൊരു പെണ്ണിവളോ. കൊഞ്ചം വിവരക്കേടും കാമ്പും പിന്നെ അഹന്തവേരും കൂമ്പും എന്നും ഉരുട്ടിക്കുഴച്ച് കഴിച്ചു കൊഴുത്ത പെണ്ണിവളോ. എന്റെ പഞ്ചായത്തില് നെഞ്ചും വിരിച്ചു നെഞ്ചി കടിക്കുന്ന അറിവനോ.
കോലം എന്നെ കൊന്നാലും തിന്നാലും വെല്ലുവിളിക്കും ഞാൻ இந்த பஞ்சாயத்திலே மஞ்சு பெருத்தொரு சுந்தரியோ இவள் பஞ்சாரப்பழ பாயசக்கப்பிலே முந்திரியோ கொஞ்சம் புன்னாரச்சிரி பொன்மணி தூகண பெண்மணியோ நெஞ்சில் அஞ்சாங்காரத்தில் பாட்டுகள் பாடன பைங்கிளியோ நல்ல மிடுமிடுக்குள்ள பெண்ணே കരിമീൻ പിടക്കണ കണ്ണേ നിന്റെ മനസ്സിൽ കൊടുത്ത് കൊരുത്ത സുന്ദരൻ ഏതവനോ 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 இந்த பஞ்சாயத்தில் இவள் பஞ்சாரப்பழ பாயசக்கப்பிலே முந்திரியோ நெஞ்சில் அஞ்சாங்காரத்தில் பாட்டுகள் பாடன பைங்கிளியோ ഹലോ മിസ്റ്റർ പാണ്ടിപ്പടാസ്, സൂപ്പർ പെർഫോമൻസ്. കുറെ ചിരിച്ചു. എനിക്ക് തോന്നുന്നു തേജസ് ഉന്തിയപ്പോ തലകുത്തി വന്ന് വീണു. ആ അയ്യോ എനിക്ക് വയ്യ. ഒരു കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. ആൻഡ് തേജസിന്റെയും ആശിഷിന്റെയും കെമിസ്ട്രി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ ടൈമിങ്ങും നിങ്ങളുടെ ഒരേ ഭയങ്കര നല്ല പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് കെവിൻ, യു ഡിഡ് എ ബ്രില്യന്റ് ജോബ്. ഞാൻ നോക്കണ്ടായിരുന്നു ഈ കെവിന്റെ ആ തമിഴ്. എന്നമ്മാ സൗഖ്യമാ? സോ ഗോഡ് ബ്ലെസ് യു, ഗുഡ് ലക്ക്. താങ്ക് യു, ബൈ. This is your favorite show, Eastern Katrumbu Kurthakede Unlimited, co-powered by Sumix Kidswear and Odisha. Classmates shoes and backpacks. ലെറ്റ്സ് വാച്ച് കട്ടുറുമ്പുകളുടെ കളിയല്ലത് ജീവിതം. കളിയല്ല ജീവിതത്തിന്റെ ഇന്നത്തെ എപ്പിഡോസിലേക്ക് സ്വാഗതം. എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്നിവിടെ കണ്ട്രാക്കി വിടാൻ വന്നേക്കുന്ന വക്കീലമാരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഞാൻ ആദ്യമായി പരിചയപ്പെടുത്തുന്നു ശിശുക്ഷേമ വകുപ്പിലെ അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ ശ്രീ പുളകാങ്കിത. കാലത്തെഴുന്നേറ്റ് കുളിക്കേണ്ട, എടുത്താ പോങ്ങാതെ ബാഗ് വേണ്ട, ആർക്കും നമ്മളോട് വശ വേണ്ട, കാരോടും. അടുത്തായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്നു ശ്രീ വനിതാ ക്ഷേമ സെക്രട്ടറി ശാന്തിപുട്ടി സത്യവൽ. പൊന്നോമനെ ഈ നല്ല മുഖം പാടിയതെന്തിങ്ങനെ ഇങ്ങനെ. ഇന്ന് നമ്മളിവിടെ നാണം കെടുത്താൻ പോകുന്നത് അല്ല, ഇന്നിവിടെ നമ്മൾ വിചാരണ നടത്താൻ പോകുന്ന കേസ് വിവാഹ വാഗ്ദാനം നൽകി ചതിച്ചിട്ട് കാമുകൻ കടന്നു കളഞ്ഞ നിരാലംബയായ പെൺകുട്ടി ശകുന്തള. ശകുന്തളെ കവളി പിടിച്ചതാരാണ്? എന്തോന്ന് കവളി പിടിച്ചെന്നോ? അയ്യോ, കവളി പിടിച്ചതല്ല, ശകുന്തളെ കവളിപ്പിച്ചതാരാണ്? അതാ ദുഷ്യന്തനാ. ദുഷ്യന്തനോ? ആ ദുഷ്ടനെ ഒന്ന് കാണണമല്ലോ. ഈ പറഞ്ഞ ദുഷ്ടൻ അല്ല ദുഷ്യന്തൻ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കടന്നു വരാൻ പറയൂ. ആടു പാമ്പേ ആടാടു പാമ്പേ, ആടാടു പാമ്പേ, ആടു പാമ്പേ ആടാടു പാമ്പേ, കാവിലിളം പാമ്പേ. പാമ്പ്? അയ്യോ, ഞാൻ പാമ്പല്ല, ഞാനാ ദുഷ്യന്തൻ. പറഞ്ഞ നന്നായി, അല്ലെങ്കിൽ നിന്നെ ഇപ്പൊ തല്ലി കൊന്നേനെ. ദുഷ്യന്ത, നിനക്ക് ഈ പെൺകുട്ടിയെ അറിയാമോ? അറിയത്തില്ല. ഏതായി കൊച്ച്? എടാ ദുഷ്യന്ത, നീ സൂക്ഷിച്ചൊന്ന് നോക്ക്. എനിക്ക് ഇവളെ അറിയത്തില്ലെന്നല്ലേ പറഞ്ഞേ? ദുഷ്യന്ത, സൂക്ഷിച്ചു നോക്കാനാ പറഞ്ഞത്, അല്ലാതെ ദുഷിച്ചു നോക്കാനല്ല. എനിക്കറിയത്തില്ലെന്നല്ലേ പറഞ്ഞത്? ശകുന്തള പറഞ്ഞല്ലോ നിങ്ങളെ അറിയാന്ന്. വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷെ വെളിച്ചപ്പാടിന് എല്ലാരെയും അറിയണമെന്നുണ്ടോ? നിങ്ങൾ കാട്ടി വന്നിട്ട് ഒരു വണ്ടിനെ ഓടിച്ചത് ഓർമ്മയുണ്ടോ? ഒരു വണ്ടി ഓടിച്ച് കാട്ടി വന്നത് ഓർമ്മയുണ്ടോ? കാട്ടിൽ പോയിട്ട് കാട്ടിലെ ഹിംസ്ര ജന്തുക്കളെ കറഞ്ചം പുറഞ്ചം അച്ചറും പുത്തരം വേട്ടയാടും. നിങ്ങൾ കാട്ടിൽ നായാട്ടിന് പോയ സമയത്ത് നാട്ടിലെ തെരുവ് നായ്ക്കളെ വേട്ടയാടിക്കൂടായിരുന്നോ? ആ മെനകെട്ട പട്ടികളെ വേട്ടയാടാനാ ഞാൻ ആദ്യം പോയത്. എന്നിട്ട് അയ്യോ, ആ പട്ടികൾ എന്നെ ഓടിച്ച് കാട്ടിൽ കയറ്റിയത്. പട്ടി നിർത്തുക. അയ്യോ അല്ല, പട്ടിയുടെ കാര്യം നിർത്തുക.
മിസ്റ്റർ ദുഷ്യന്തൻ, ഈ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി പറയാൻ പറ്റുമോ ഈ കുട്ടിയെ നിങ്ങൾക്ക് അറിയില്ലെന്ന്? പിന്നെന്താ പറയാലോ? എടി എന്റെ മുഖത്തോടൊന്ന് നോക്കിക്കേ. ഈ കുട്ടിയെ എനിക്കറിയില്ല. ശകുന്തളെ, അനുഭവസ്ഥനായോണ്ട് ഞാൻ ചോദിക്കുക, എന്തെങ്കിലും തെളിവുണ്ടോ കയ്യിൽ? സാറ് പറഞ്ഞത് ശരിയാ. എന്തെങ്കിലും തെളിവ് സാക്ഷ്യപ്പെടുത്താവോ? സാറേ, സാക്ഷികളുണ്ട് സാറേ. എങ്കിൽ അവരെ ഹാജരാക്കൂ. സൂപ്പർ ഡാൻസിന്റെ ഫ്ലോർ അല്ല, കളിയല്ല, ഇത് ജീവിതത്തിന്റെ ഫ്ലോർ. ആട്ടെ, നിങ്ങളുടെ പേരെന്താ? ഞാനേ പ്രിയംവദ. ഇത് പ്രിയംവദയല്ല, ഇത് വെറും വധവാ. നിങ്ങൾക്ക് ഈ നിൽക്കുന്ന ആളിനെ അറിയാമോ? അയ്യോ, അറിയാം. കാട്ടി വച്ചുള്ള പരിചയമല്ലേ. ഒരു ദിവസം മാലിന്യ നദിയിൽ കണ്ണാടി നോക്കിയിരുന്നപ്പോഴാ ഞാൻ ആ കാഴ്ച കണ്ടത്. എന്ത് കാഴ്ച? ഈ ശകുന്തള ഒരു വണ്ട് കുത്താ ഓടിക്കുക. അത് കണ്ടോണ്ട് വന്ന ദുഷ്യന്ത മഹാരാജാവ് ആ വണ്ടിനെ വെട്ടിക്കുന്നു. മിസ്റ്റർ ദുഷ്യന്തൻ, തന്റെ പോക്ക് അപകടത്തിലേക്കാണല്ലോടോ. അതെന്താ? മിണ്ടാപ്രാണിയായ ഒരു മൊപ്പിളി വണ്ടിനെ താൻ വെട്ടിക്കൊന്നു. സെക്ഷൻ 303 പ്രകാരം താൻ അകത്തു പോകും. അയ്യോ, ആണോ? എന്നിട്ട് പ്രിയംവദ ബാക്കി പറ. എല്ലാം ഞാൻ വിശദമായി പറയാം സാർ. ഈ വണ്ടെന്നെ കുത്താൻ ഓടിക്കുന്നു. ഇതൊരു ചെറിയ വണ്ടല്ലേ? നിന്റെ കരച്ചിൽ കേട്ടാ തോന്നും ഒരു കാളയാണ് നിന്നെ കുത്താൻ ഓടിച്ചെന്നു. എടാ മോപ്പിളി വണ്ടേ, നിനക്ക് അത്രയ്ക്ക് ധിക്കാരമോ? ഈ വണ്ട് ദുഷ്യന്തനെ കൊന്നേ. അയ്യോ, തെറ്റിപ്പോയി, ഞാൻ വണ്ടിനെ കൊന്നേ. ഈ മോപ്പിളി വണ്ടിൽ നിന്ന് എന്നെ രക്ഷിച്ച അങ്ങാരാണ്? എങ്ങാരാണെന്ന് അല്ല, അങ്ങാരാണെന്ന്. ഈ ആശ്രമവനത്തിൽ അതിഥിയായി എത്തിയ എന്നോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എന്നാ ഞാൻ ഇങ്ങനെ ചോദിക്കാം. ആരാണ് നീ? ആരാണ് നീ? ആരാണ് നീ? ആരാണ് നീ? ഞാൻ ദുഷ്യന്ത മഹാരാജാവ്. ഭഗവതി ആരാണ്? ഭഗവതിയോ? അല്ല, ഭഗവതി ആരാണാവോ? ഞാൻ കണ്വാശ്രമത്തിലെ. എന്നാണ് കന്യാശ്രമത്തിലെ? അയ്യോ, കന്യാശ്രമത്തിലെ അല്ല, കണ്വാശ്രമത്തിലെ കണ്വാ മുനിയുടെ മകൾ ശകുന്തള. അങ്ങയുടെ ഓർമ്മയ്ക്കായി ഞാനൊരു സെൽഫി എടുത്തോട്ടെ. അയ്യോ, അങ്ങെപ്പോൾ വന്നു? ത്രികാലജ്ഞാനിയായി എന്നെ മൈൻഡ് ചെയ്യാതെ നിൽക്കുന്ന നിന്നെ ശപിക്കുന്നു ഞാൻ. അയ്യോ, ശപിക്കരുത് പ്ലീസ്. അങ്ങനെ ഒന്ന് കൊലയ്ക്ക് വിളിച്ചിരുന്നെങ്കിൽ ഉണർന്നേനെ മാമുനി, ഉണർന്നേനെ. മുട്ടി വിളിച്ചില്ലെന്നോ? എന്റെ കമണ്ടല് കൊണ്ട് എത്ര തവണ ഞാൻ ഞോണ്ട് വിളിച്ചു. ഇതിന് നീ ശിക്ഷ ഏറ്റുവാങ്ങിയേ പറ്റൂ. നീ ആരുടെ പടമാണോ മൊബൈലിൽ കണ്ടുകൊണ്ടിരുന്നത്? ഈ നിമിഷം മുതൽ അവൻ നിന്നെ മറക്കട്ടെ. അവന്റെ പടം നിന്റെ മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ആക്കട്ടെ. അല്ല പിന്നെ മക്കളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. ഒരാളെ ശപിച്ചപ്പോ എന്തൊരാശ്വാസം. ഈ ശാപത്തിൽ നിന്ന് എനിക്കൊരു മോചനമില്ലേ? ഉണ്ട്. ലോകം കാണും വിധം നീ ഒരു വിചാരണയ്ക്ക് വിധേയമാവും. ഒരു ജന്മമുണ്ടെങ്കിൽ നമുക്കാ സരയൂ തീരത്തു കാണാം. ഓ, അപ്പൊ അങ്ങനെയാണ് സംഭവം അല്ലേ? ഈ കുട്ടിയെ ശപിച്ചെന്ന് പറഞ്ഞ ദുർവാസാവിനെ വരാൻ പറയൂ. താങ്കളാണോ ഈ കുട്ടിയെ ശപിച്ചത്? ഞാൻ ചെന്നപ്പോ അവളെ എഴുന്നേറ്റില്ല. എഴുന്നേറ്റില്ലെങ്കിൽ താൻ ഉടനെ അങ്ങോട്ട് ശപിക്കുവോ? പിന്നെ ഞാൻ ക്ഷിപ്ര ഗോപിയോ? എന്തോന്ന്? കൊപ്ര ഗോപിയോ? കൊപ്ര ഗോപിയല്ല, ക്ഷിപ്ര ഗോപി. ആര് പറഞ്ഞു താൻ ക്ഷിപ്ര ഗോപിയാന്ന്? ഞങ്ങളുടെ അവിടെ ആൾക്കാർ പറഞ്ഞത് ഞാൻ വലിയ ക്ഷിപ്ര ഗോപിയാണെന്ന്. താങ്കളെ
ആരെങ്കിലും ക്ഷണിച്ചിട്ടാണ് ആശ്രമത്തിൽ പോയത്? ഇല്ല ഇല്ല ഇല്ല, എന്നെ ആരും ക്ഷണിച്ചില്ല. അതുവഴി പോയപ്പോ ഒന്ന് കേറിയതാ. ഞങ്ങൾ മുനിമാരങ്ങനെയാണല്ലോ, എവിടെങ്കിലും കേറി ചെല്ലും, അവിടുന്ന് എന്തെങ്കിലും തിന്നും, അവിടെ കിടന്നുടങ്ങും, പിന്നെ അവർ ഉണർത്തി വിടുമ്പോഴേ പോവൂ. താനൊരുത്തൻ കാരണം ഈ പെൺകുട്ടിയുടെ ജീവിതം ഇപ്പോൾ തുലാസി കിടന്ന് തൂങ്ങുന്നത്. ഇതിന് താൻ സമാധാനം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ തീരുമാനമെല്ലാം എടുക്കുന്നുണ്ട്. എനിക്ക് നായാട്ടിന് പോവാനുള്ളൂ. താൻ പണ്ടൊരു നായാട്ടിന് പോയ പ്രശ്നമാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത്. ആരെങ്കിലും ഈ പെൺകുട്ടിയുടെ അച്ഛനെ വിളിക്ക്. ഞാൻ വിളിക്കാം. നിന്റെ അച്ഛൻ? എടോ, താനൊരു മുനിയല്ലേടോ? അതെന്നാ ചോദ്യമാ? എന്റെ കോസ്റ്റ്യൂം കണ്ട് അറിയത്തില്ലേ ഞാൻ കണ്ണുമുനിയാണെന്ന്? താങ്കൾക്ക് എന്താണ് ജോലി? തപസ്. ഒരു ദിവസം തപസ് ചെയ്താൽ എത്ര രൂപ കിട്ടും? അങ്ങനെ ദിവസക്കൂലിയല്ല. എന്നാ പിന്നെ മാസശമ്പളമാണോ? അങ്ങനെ മാസശമ്പളമല്ല. കുറെ നാളങ്ങ് തപസ് ചെയ്തോണ്ടിരിക്കും. ആരെങ്കിലും പ്രത്യക്ഷപ്പെടും, അവരൊരു വരെയൊക്കെ തരും. പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലോ തപസ് ഏറ്റില്ലെന്ന് കരുതിയാ മതി. ഈ കാട്ടിലൊക്കെ പോയി മിണ്ടാനും പറയാനും ആരുമില്ലാതിരുന്ന ബോറടിക്കത്തില്ലേ? ആര് പറഞ്ഞു സംസാരിക്കാൻ ആരുമില്ലെന്ന്? ഇടക്കിടയ്ക്ക് മാനൊക്കെ വരും, അവരുമായി മിണ്ടിയും പറഞ്ഞും ഒക്കെ അവിടെ ഇരിക്കും. താൻ അവിടെ മാനുമായി മിണ്ടി പറഞ്ഞിരുന്നപ്പോൾ തന്റെ ആശ്രമത്തിൽ വേറൊരു മാൻ മിണ്ടാനും പറയാനും വന്നായിരുന്നു. താൻ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞായിരുന്നു. അതേക്കുറിച്ച് കണ്ണോ മഹർഷിക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് നിങ്ങളോടല്ല, ഇവരോടാ പറയാനുള്ളത്. എടാ ദുർവ, എന്നോട് ഈ കൊലച്ചതി വേണ്ടായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഈ സംഭവത്തിന്റെ തലേ ദിവസം ഒരുമിച്ച് തപസ് ചെയ്തിട്ട് കമ്പനി കൂടി പിരിഞ്ഞതാ. എന്നിട്ടാണോടാ നീ എന്നോട് ഈ കൊലച്ചതി കാണിച്ചത്? കണ്ണോ, മിണ്ടിപ്പോരുത് നീ. ഇനി ഒരു അക്ഷരം മിണ്ടിയാൽ ഞാനിത് കണ്ണുകൂട്ടി പൊട്ടിക്കും. കണ്ണുമുനി, ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ, കൊത്തിയ പാമ്പിനെ കൊണ്ട് വിഷമിറക്കുക. ഇത്ര സ്ഥിതിക്ക് ദുർവാസാവ് ആ ശാപം തിരിച്ചെടുക്കണം. അതൊന്നും നടക്കുന്ന കാര്യമല്ല. ദുർവാസാവ് ശപിച്ചാൽ ശാപം തിരിച്ചെടുക്കുന്നതല്ല. ഗുരു, എങ്ങനെയെങ്കിലും ഈ ശാപം തിരിച്ചെടുക്കണം. ശാപം തിരിച്ചെടുക്കണം, ശാപം തിരിച്ചെടുക്കണം. ദുർവാസാവ് ശാപം തിരിച്ചെടുക്കണം. എല്ലാവരും പറഞ്ഞ സ്ഥിതിക്ക് ഈ ശാപം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. പ്രിയമ്പതേ, കുന്നിന്റെ മൊബൈലിലേക്ക് നോക്കിയേ. ഞങ്ങൾ അവസാനമായി എടുത്ത സെൽഫി തിരിച്ചു വന്നിരിക്കുന്നു. ചേട്ടാ, നോക്ക്, നമ്മുടെ ഫോട്ടോ. ഇതിന് വലിയ തെളിവ് എന്തെങ്കിലും വേണോ? എവിടെ, ഒന്ന് കാണിച്ചേ. നേരാണല്ലോ. ശകുന്തളേ, എന്റെ പ്രിയതമേ, നീയാണ് എന്റെ എല്ലാം. ഇതാണ് പറയുന്നത്, ഒരൊറ്റ സെൽഫി മതി ജീവിതം മാറി മറിയാൻ. வாழ்க ഋഷ്യശൃംഗ வாழ்க. ഇവളുടെ എക്സ്പ്രഷൻ കണ്ടിട്ട് കുറെ ചിരിച്ചു. എന്തായാലും നല്ലൊരു കൈയടി ഫോർ ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. എല്ലാവരും നന്നായിട്ട് ചെയ്തു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Sumix Kids Wear and Odisha. Classmates shoes and backpacks. ഇനി അടുത്തതായിട്ട് ഒരു ഡബ് സ്മാഷ് ആണ്. ലാലേട്ടനും ശ്രീനിയേട്ടനും ഒരുമിച്ച് അഭിനയിച്ച ഏത് സിനിമയാണ്? സന്മനസ്സുള്ളവർക്ക് സമാധാനം. അവൻ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. രാമോട്ടാ, അയല ഒന്നും ചെയ്യല്ലേ. പാവം പേടിച്ചിരിക്കുക. എടീ കാർത്തിയാനി, ഇത് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ. ഞാനേ ഇത് വളരെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്തോളാം. അതുപോലെ നല്ല ഇടി കൊടുക്കണം മാവാ. ഇവൻ നമ്മുടെ വരുവൻ തന്നെ. അയ്യോടാ. വല്ലോ കഴിക്കും. കേരളത്തിലെ കോഴിയിറച്ചി നിന്നിട്ട് ഒരുപാട് കാലമായി. വന്നേ, നീ പോയി കിടക്ക്. അയാളുടെ സാധനങ്ങളൊക്കെ മുറിയിലുള്ളത് കൊണ്ട് എങ്ങും പോകാനിടയില്ല. കോഴി പാത്തിനായി ചോടുതോ പെട്ടി കള, അതൊരു പ്രശ്നമാക്കേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ അമ്മാവും വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ ശ്വാസം നേരെ വീണത്. എന്തെല്ലാം ബുദ്ധിമുട്ടുകളായിരുന്നു ഇവിടെ. അച്ചൂട്ടോ. ഞാൻ എന്നെ പരിചയപ്പെടുത്തുന്ന മുമ്പ് നിങ്ങൾ കടന്നു കളഞ്ഞത്? എനിക്ക് ജനറൽ ഓഫീസിൽ ഒരു ബില്ല് മാറി കിട്ടാനുണ്ടായിരുന്നു. ഓഹോ, ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല. എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് വരെ ഞാൻ തിഹാർ ജയിലിലായിരുന്നു. ജയിലിലാണോ ജോലി? അല്ല, ജോലിയല്ല, ഒരു കൊലക്കേസിൽപ്പെട്ടവിടെ കിടക്കായിരുന്നു.
കുത്തും കൊലയും ഒക്കെ എന്റെ ബോംബെ ജീവിതത്തിലെ നിത്യ സംഭവങ്ങളാണ്. എത്രയോ പേരെ ഞാൻ കുത്തിയിട്ടുണ്ട്. എത്രയോ വർഷം ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട്. ബോംബെയിലെ അധോലോകം ദാമോദർജി എന്ന് കേട്ട ഞെട്ടി വിറയ്ക്കും. ഞാനാണ് അയാൾ. ശിവസേനക്കാരെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏത് കൊലകൊമ്പനായ ശിവസേനക്കാരനായാലും ഒരാളുടെ മുമ്പിൽ മാത്രമേ അവിടെ മുണ്ടിന്റെ മടക്കി കുത്തി അയച്ചിടാറുള്ളൂ. ആ ആളാണ് ഈ ദാമോദർജി. ബോംബെക്കാരൊക്കെ മുണ്ടും മടക്കി കുത്തിയാണ് നടക്കുന്നത്. അല്ല, ഈ മുണ്ടെന്ന് പറഞ്ഞാലേ ധോത്തി, പാളത്താറ്. ആത്മപ്രശംസ എനിക്ക് തീരെ ഇഷ്ടമല്ല. എങ്കിലും ഒരു സത്യം കൂടെ ഞാൻ പറയാം. വിശ്വവിഖ്യാതനായ ചാൾ ശോഭരാജനെ പണിക്കർ അറിയോ? കേട്ടിട്ടുണ്ട്. എന്റെ ആത്മസുഹൃത്താണ്. എനിക്ക് ഇത്ര വലിയ പാരമ്പര്യമൊന്നുമില്ല. പക്ഷെ വേണ്ടി വന്നാൽ ഒരാളെ കൊല്ലാൻ എനിക്ക് മടിയുമില്ല. സാബാഷ്. അച്ഛാ അച്ഛാ, ശക്തരായ പ്രതിയോഗികളാണ് എനിക്കിഷ്ടം. പക്ഷെ പണിക്കർ, ആ ക്ലോക്കിലേക്ക് നോക്കൂ. ഇപ്പോ 11 മണിയായി. നിങ്ങൾക്ക് ഞാൻ 1 മണിക്കൂർ സമയം കൂടെ തരുന്നു. സിർഫ് 1 ഘണ്ട. ആ സമയം നിങ്ങളുടെ സാധനങ്ങൾ പായ്ക്കാനുള്ള സമയമാണ്. സമജാ? ഇവിടെ ഒരു ചോരക്കളം സൃഷ്ടിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പറയാണ്. കൃത്യം 12 അടിക്കുമ്പോൾ പണിക്കർ പുറത്തിറങ്ങിയിരിക്കണം. യാദ് രഖന, കൃത്യം 12 മണി. ठीक 12 बजे. नहीं तो मैं तुम्हें जिंदा नहीं छोड़ूंगा. समझा? ദാമോട്ടാ, കുഴപ്പമൊന്നും വേണ്ട ദാമോട്ടാ. चुप रहो बहन. मैंने बहुत देख चुका हूं. പെട്ടെന്നുള്ള ദേഷ്യത്തിന് അമ്മാവൻ എന്തെങ്കിലും ചെയ്തു കളയരുത്. നീ നിന്റെ അമ്മ പോലെ തുടങ്ങിയോ? ബോംബെയിലെ അധോലോക രാജാവാണ് ഞാൻ. തീരുമാനം ആയോ? ആയി. എന്താണ് ആ തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഏത് വീട്ടിൽ? ഈ വീട്ടിൽ, എന്റെ ഈ വീട്ടിൽ, അഹങ്കാരികളായ ഈ വാടകക്കാർ താമസിക്കുന്ന ഈ വീട്ടിൽ, RT ഓഫീസിലെ ക്ലർക്കായിരുന്ന എന്റെ അച്ഛൻ എന്റെ പേരിൽ എഴുതി വെച്ച ഈ വീട്ടിൽ. സാബാഷ് ബേട്ടാ. ധീരന്മാരെ അഭിനന്ദിക്കാൻ ഈ ദാമോദർജിക്ക് എന്ന് സന്തോഷമുള്ളൂ. ആജായേ സർക്കാർ. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ആൺകുട്ടിയെ കണ്ടു. മുഖസ്തുതി എനിക്ക് ഇഷ്ടമല്ല. ദേഖോ, മിസ്റ്റർ പണിക്കരെ ഞാൻ ബോംബെയിലെ അധോലോകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. അവിടെ ഒരു ദാദയാകാം. ദാദോങ്ക ദാദ, വല്ലഭനക്ക് വല്ലഭൻ, ദാദോങ്ക ബീച്ച് മേ ഏക്ക് ബഡാ ദാദ. മറ്റൊരു സത്യം കൂടി വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ഈ ധൈര്യം? സാഹചര്യങ്ങൾ. ഇത്രയും ആ സ്ഥിതിക്ക് ദാമോദർജി എന്നെ ഇവരെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു തരണം. ജറൂർ ജറൂർ. എത്രയും പെട്ടെന്ന് ഇവരെ ഒഴിപ്പിക്കാം. ഇനി നമ്മൾ ദോസ്തുക്കൾ സോജാവോ. കൽ സുബഹ 6 ബജെ മിലെങ്കെ. കാലത്ത് 6 മണിക്ക് കാണാം. ആരാം കരോ, ആരാം കരോ. ശരിക്കും ആ സീൻ കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു. ഫുൾ സെറ്റിങ്ങും. എനിക്ക് ഏറ്റവും ജാസ്തി ഇഷ്ടപ്പെട്ട ഇത്രേ മെലിഞ്ഞ ഒരു തിലകൻ അങ്കിളിനെ ഞാൻ കണ്ടിട്ടില്ല. തിലകൻ അങ്കിളിനെ നന്നായിട്ട് പെർഫോം ചെയ്തു. നന്നായിട്ട്. ലാലേട്ടന്റെ റോള്, നിവേദ ഭയങ്കര എക്സ്പ്രഷൻ, പേടിയാകുന്നു എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ രണ്ടുപേരും നന്നായി ചെയ്തു. പൊന്നമാണ്ടി. താങ്ക് യു. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്, co-powered by Sumix Kidswear and Odisha. Classmates shoes and backpacks. ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് നമ്മുടെ കട്ടുറുമ്പിലെ ഒരു കണ്ടസ്റ്റന്റ് വരാൻ പോവാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ ക്രിസ്റ്റോ. ക്രിസ്റ്റോയുടെ ഒരു പ്രൊഫൈൽ നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം. വളരെ സന്തോഷമുണ്ട്. ക്രിസ്റ്റോജിനകത്ത് വരുന്നതിന് മുമ്പ് ഫിഗറുകളൊക്കെയാണ് കൂടുതൽ ചെയ്തിരുന്നത്. സ്കിറ്റുകളും അതുപോലെ തന്നെ ഡബ് മാഷൊക്കെ ചെയ്യാൻ തുടങ്ങിയത് ഇതിന് ശേഷമാണ്. അവിടെ വന്നതിന് ശേഷം വളരെയധികം മാറ്റം ഉണ്ടായിട്ടുണ്ട്.
ഞങ്ങൾ പോകുന്ന വഴിക്കും വരുന്ന വഴികളിലൊക്കെ ക്രിസ്റ്റോയെ സെൽഫി എടുക്കാനായിട്ടും മറ്റ് പ്രോഗ്രാമുകൾക്കും വിളിക്കാറുണ്ട്. കട്ടറുമ്പിൽ വന്നതിന് ശേഷം ക്രിസ്റ്റോ ഒരു സിനിമയിൽ ഒരു ചെറിയ വേഷം ചെയ്തു. ക്രിസ്റ്റോ കട്ടറുമ്പിൽ വന്നതിന് ശേഷം നല്ല നല്ല പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. പാഠ്യേതര വിഷയങ്ങളിലും വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ഒരു കുട്ടിയാണ്. എല്ലാവിധമായ ഭാവുകങ്ങളും സ്കൂളിൻ്റെ പേരിൽ ഞാൻ ആശംസിക്കുന്നു. ക്രിസ്റ്റോയുടെ ഒരു നല്ലൊരു പെർഫോമൻസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. ഇറ്റ്സ് കോൾഡ് എ ഫിഗർ ഷോ. അപ്പം പല പല ആക്ടേഴ്സിനെയും പല പല വലിയ വലിയ പ്രതിഭകളെയും നമ്മൾ ഇന്ന് സ്റ്റേജിൽ കാണാൻ പോവാണ്. ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ക്രിസ്റ്റോയുടെ ഫാദറും കൂടെ ഉണ്ടാവും. സോ ലെറ്റ്സ് വാച്ച് ദിസ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. He's calling you. He's calling you. He's calling you. Whoa! പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുന്നെന്നാത്മഹർഷം. പൂമേനിയാകെ പൊൻകിരണം പൂവായി വിരിയുന്നെന്നാത്മഹർഷം. നീ എന്നിലോ ഞാൻ നിന്നിലോ, നീ എന്നിലോ ഞാൻ നിന്നിലോ, ഒന്നായി ചേരുന്നതീ നിമിഷം. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരിയിൽ സ്വർഗീയ സ്വരമാധുരി, ആ ഗന്ധർവ സ്വരമാധുരി. അയ്യോ, സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. സായാഹ്നമേഘം നിൻ കവിളിൽ, താരാഗണങ്ങൾ നിൻ പൂമിഴിയിൽ. പൂന്തിങ്കളോ തേൻകുമ്പിളോ, പൂന്തിങ്കളോ തേൻകുമ്പിളോ, പൊന്നോമൽ ചുണ്ടിലെ മന്ദസ്മിതം. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. കസ്തൂരിമാൻമിഴി മലർശരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു. Everybody la 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 la. മിഴിയഴകു നിറയും രാധ, മൊഴിയഴകു പൊഴിയും രാധ, മിഴിയഴകു നിറയും രാധ.
തളർന്നു വീണു പോകുമെന്നാലും ഒന്നുയർന്നിലേക്ക് പോയിടാം. കാറ്റെടുത്തെറിഞ്ഞ വിത്തു മൂന്നിടത്ത് വീണാലും മൂന്നു മട്ടിൽ നാം എടുത്തു നിന്നിടാം. ഞാൻ കണ്ടതെന്താണോ നീ കണ്ടതൊന്നാണോ നാം കണ്ടതിന്നേതോ കൺകെട്ടുമാവാം. എന്തായിരുന്നാലും ഉണ്ടായി മാറാതെ എന്നേറിയാരാനും പോകുമോ? ആരുമാരും ഒത്തിടാത്ത 100 ജീവിതങ്ങൾ ആ വഴിക്കും ഈ വഴിക്കും ഓടി ഓടി വീണടിഞ്ഞു പോ. ഇതാ ഫിഗർ ഷോ. എന്താടാ ഞങ്ങളെ രണ്ടുപേരെ പകുതി വഴി വിരിച്ചിട്ട് നീ അങ്ങോട്ട് കേറിപ്പോയത്? അതെ. ഇൻസൾട്ട് ചെയ്യുന്ന എനിവേ നല്ല പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് തോന്നുന്നു കൂടുതൽ എഫേർട്ട് ഇട്ട അച്ഛൻ തന്നെയാ. ബിക്കോസ് ക്രിസ്റ്റോ ഇസ് എ വെരി ഈ ചെറു പ്രായത്തില് വലിയ വലിയ കാര്യങ്ങൾ, വലിയ വലിയ ടാലൻസ് ആണ് കാഴ്ചവെക്കുന്നത്. മാത്രമല്ല ഈ മിമിക്രി എന്ന് പറയുന്നത് കാണുന്ന പോലെയല്ല, ഇറ്റ്സ് നോട്ട് ഈസി. അതും ക്രിസ്റ്റോ എത്ര ക്യാരക്ടേഴ്സ് ആണ് ഇപ്പൊ പഠിച്ചിട്ടുള്ളത് ചെയ്യാൻ? 10 ഫിഗർ ക്രിസ്റ്റോ നന്നായിട്ട് ചെയ്തു. മിനിമം ഒരു 10 ഫിഗേഴ്സ് ഇനിയും പഠിക്കുന്നേ ഉള്ളൂ. ക്രിസ്റ്റോയുടെ പ്രായത്തിന് വെച്ച് നോക്കുമ്പോ 10 ഫിഗർ അത്രയും വൃത്തിയായിട്ട് ചെയ്യാൻ ഇപ്പോഴും ഓർമ്മ ഉണ്ട് അച്ഛൻ്റെ ആ ഒരു ഇത്. എന്തായാലും ക്രിസ്റ്റോ ഇവിടെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഒന്നാണെങ്കിൽ നമ്മുടെ ഏറ്റവും ഫേമസ് നമ്മുടെ ശ്രീനിയേട്ടൻ. അതെന്തായാലും ഈ ജേർണി നമുക്ക് ഓഡിയോ വിഷ്വലിൽ കാണാം. സോ പ്ലീസ്. മലയാളത്തിന്റെ മടിത്തട്ട് അമാവാസിയിലായിരുന്നു നോമിന്റെ ജനനം. എന്താ മൂലക്കുരുന്റെ അസുഖമുണ്ടോ? അങ്ങനെയുള്ള ചീപ്പായിട്ട് ഞാൻ പറഞ്ഞത് അച്ചായ മണ്ടനാണെന്ന്. വെറുതെ അല്ല ജയിലിൽ കിടക്കണം, ഒരു ചേഞ്ച് ആയിക്കൊണ്ടെന്ന് കരുതി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്തായാലും ഈ ജേർണി എല്ലാം കണ്ടു. ഇത്ര ഈ എപ്പിസോഡ്സും പെർഫോമൻസ് എല്ലാം കണ്ടു. അച്ഛൻ വന്ന ക്രിസ്റ്റോ മുൻപും പിൻപും ഇവിടെ വരുമ്പോ അവനുള്ളൊരു സ്വഭാവം, എന്തെങ്കിലും പറയാൻ പെട്ടെന്ന് കരയുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അങ്ങനത്തെ സ്വഭാവം ഉണ്ട്. അല്ല എന്ത് പറഞ്ഞാലോ കരയാ? ഞാൻ ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കട്ടെ കരയിപ്പിക്കാൻ. അങ്ങനെ ഇപ്പൊ പറഞ്ഞാൽ മതി, നാളെ മറ്റേ ഫിഗർ ഒന്നും ചെയ്യണ്ട, ബാക്കി ഫിഗറുകളൊന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞാൽ ബാക്കി ഒന്നും ചെയ്യണ്ട. നാളെ വീട്ടിൽ പോയി ഒന്ന് പോടിന്ന് പണ്ട് ഒന്ന് പിന്നെ ഇവിടെ വന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് കഴിഞ്ഞപ്പോ അത് കുറച്ച് മാറിയിട്ടുണ്ട്. ക്രിസ്റ്റുകുട്ടാ, നമുക്കൊരു ഗിഫ്റ്റ്, ഒരു ചെറിയ അപ്പൊ ഈസ്റ്റേൺ സ്പോൺസർ ചെയ്യുന്ന ഒരു കിഡിലൻ സൈക്കിളാണ് നമ്മുടെ ക്രിസ്റ്റോന് കിട്ടാൻ പോകുന്നത്. സോ ക്രിസ്റ്റോ, ഈ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ആളൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളാണ്. ക്രിസ്റ്റോയുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ട് ഒരാളുടെ പേര് പറഞ്ഞേ. എവിനോ? തെറ്റിപ്പോയല്ലോ, നമ്മൾ വെച്ച ആള് മാറിപ്പോയി. അപ്പൊ പിന്നെ വരട്ടെ, കൊണ്ടുവരട്ടെ. എവിനാണോ നോക്ക്. ഈസ്റ്റേൺ കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് കോ പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയറിലെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ക്രിസ്റ്റോ നല്ലൊരു അടിപൊളി സൈക്കിളും ആയിട്ടാണ് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. ക്രിസ്റ്റോയുടെ ഫാദർ വളരെ ഹാപ്പിയാണ്. ഇനിയും ധാരാളം നല്ല നല്ല സ്റ്റേജ് ഷോസ് കിട്ടട്ടെ. ക്രിസ്റ്റോ വളർന്ന് വലിയൊരു ആർട്ടിസ്റ്റ് ആവട്ടെ എന്നാണ് ഞങ്ങളുടെയും പ്രാർത്ഥന. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ ബൈ, ഗുഡ് നൈറ്റ്. കട്ടുറുമ്പുകളെ നാളെ പോയി കുളിച്ചേച്ച് വരാൻ. അമ്മയുടെ പിണ്ണതയിലോ ഇവിടെ ഇരിക്കുന്നേ? എനിക്ക് മുഖം നോക്കാതെ നിങ്ങളോട് കുറച്ച് സംസാരിക്കാനുണ്ട്. നിങ്ങൾക്കറിയോ, പഠിച്ചിരുന്ന കാലത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ കൊട്ടക്കണക്കിന് റാങ്കും മാർക്കും വാങ്ങിയിരുന്ന കുട്ടിയായത്. അതിന്റെ പഠിപ്പും ഭാവിയൊക്കെ തകർത്ത് നിങ്ങളാണെന്ന് എല്ലാവരും പറയും. നാടുകാറങ്ങിഞ്ഞ നട്ടം തിരിഞ്ഞടി തങ്കമ്മേ, ഇപ്പൊ കടിച്ചതില്ലടി പിടിച്ചതില്ലടി തങ്കമ്മേ. നാടുകാറങ്ങിഞ്ഞ നട്ടം തിരിഞ്ഞടി തങ്കമ്മേ, ഇപ്പൊ കടിച്ചതില്ലടി പിടിച്ചതില്ലടി തങ്കമ്മേ.